മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ പ്രത്യേകത അതൊരു സ്വകാര്യ മേഖലയിലെ പുരസ്കാരമായതുകൊണ്ട് തന്നെ ആ പുരസ്കാരത്തെ കുറിച്ച് അങ്ങനെ പരീക്ഷയിൽ ചോദ്യം വരാതിരുന്നതാണ്. പക്ഷേ സമീപകാലത്ത് നടന്ന ഒരു പരീക്ഷയിൽ ഇന്നത്തെ സെഷന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് മലയാള സാഹിത്യവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, കറണ്ട് അഫയേഴ്സ് അഥവാ ആനുകാലികവുമായി കൂടി ഇതിന് ബന്ധമുണ്ട്. എങ്ങനെയാണ്? നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളിലെ ഒരു വിഭാഗമാണ് സാഹിത്യ പുരസ്കാരങ്ങൾ. ഇത് മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, അതുപോലെ തന്നെ GK കറണ്ട് അഫയറുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്നു. അങ്ങനെ രണ്ട് തരത്തിലെ ചോദ്യ സ്രോതസ്സുകളെ പരിഗണിച്ചുകൊണ്ടുള്ളതാണ് ഇന്നത്തെ സെഷൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരു കാരണവശാലും വിട്ടുകളയാൻ സാധിക്കാത്ത പുരസ്കാരത്തെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മലയാളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളെ ഒന്നും ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പരീക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പുരസ്കാരങ്ങളാണ്. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പുരസ്കാരങ്ങളെയാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതും ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമാണ്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളെ മാത്രമാണ് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രധാനപ്പെട്ട മലയാള സാഹിത്യ പുരസ്കാരങ്ങൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ഭാഷാപിതാവിന്റെ പേരിലുള്ള പുരസ്കാരത്തിൽ നിന്ന് തുടക്കാം, അല്ലെ? എഴുത്തച്ഛൻ പുരസ്കാരം. പരീക്ഷയ്ക്ക് പലയാവർത്തി ചോദിച്ചിട്ടുള്ള ചോദ്യം, മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാ ഉത്തരം? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം. അതുപോലെ തന്നെ ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്, എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 11 ലക്ഷം രൂപയാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം. ഇത് കേരളത്തിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഉള്ളടങ്ങുന്നതാണ് പുരസ്കാരം. പിന്നെയോ ആദ്യം നേടിയത് ഏത് പുരസ്കാരം പഠിക്കുമ്പോഴും പ്രത്യേകിച്ച് എഴുത്തച്ഛൻ, വള്ളത്തോൾ, വയലാർ തുടങ്ങിയ പുരസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ആദ്യം നേടിയത് ആരാണ് എന്നുള്ളത്. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. അത് നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം പഠിക്കുമ്പോൾ മറ്റൊരു സൗകര്യമുള്ളത് കൃതികളുടെ പേര് പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം എന്താ? എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനിക്കുന്നത് ഏതെങ്കിലും ഒരു കൃതിക്കല്ല, സാഹിത്യകാരന്റെ സമഗ്ര സംഭാവനയെ മാനിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് എന്ന് മാത്രം ഓർത്തുവെക്കുക. സമീപകാലത്ത് ആദ്യം നേടിയ വ്യക്തിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കുറവാണ്. പിന്നെയോ ഞാൻ പുരസ്കാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? MR4Y. എന്താണ് MR4Y? മോസ്റ്റ് റീസെന്റ് 4 years. അവസാന 4 വർഷങ്ങളിൽ ആർക്കൊക്കെ ലഭിച്ചു എന്നുള്ളത് പരമപ്രധാനമാണ്. പരീക്ഷയ്ക്കത് ആവർത്തിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചത് 2025 പുരസ്കാരമാണ്. അതുകൊണ്ട് തന്നെ 2022 മുതൽ ആർക്കൊക്കെ ലഭിച്ചു എന്നുള്ളത് അറിഞ്ഞു വെക്കേണ്ടതാണ്. അപ്പോ 2022 മുതൽ 25 വരെ ആർക്കൊക്കെയാണ് പുരസ്കാരം ലഭിച്ചത് എന്നുള്ളത് ഓർത്തു വെക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, ഒരു കോഡുണ്ട്. എന്താണ് ആ കോഡ്? സേതു വസന്തം, മാധവം ശങ്കരം. എന്താന്ന് മനസ്സിലായോ? എഴുത്തച്ഛൻ പുരസ്കാരം ഒടുവിൽ നേടിയ 4 പേരെ ഓർത്തു വെക്കാനുള്ള എളുപ്പ വഴിയാണ് സേതു വസന്തം, മാധവം ശങ്കരം. എന്താ സംഭവം? 2022 സേതുവിന് പുരസ്കാരം ലഭിക്കുന്നു. 2023 SK വസന്തൻ മാഷിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 NS മാധവനും 2025 KG ശങ്കരപ്പിള്ളയ്ക്കുമാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ അവസാനത്തെ 4 വർഷത്തെ സാഹിത്യകാരന്മാരെ ഓർത്തുവെക്കാനുള്ള എളുപ്പ വഴിയാണ് സേതു വസന്തം, മാധവം ശങ്കരം. കിട്ടിയല്ലോ? വളരെ വളരെ പ്രധാനപ്പെട്ട പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. മിക്കവാറും തന്നെ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്.
അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരം കഴിഞ്ഞാൽ പിന്നെ പരിഗണിക്കേണ്ട പുരസ്കാരം ONV സാഹിത്യ പുരസ്കാരമാണ്. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന ONV കുറുപ്പ് അദ്ദേഹത്തിന്റെ പേരിൽ മരണാനന്തരം പുരസ്കാരം ആരംഭിക്കുന്നു. സാഹിത്യകാരന്മാരെ അനുമോദിക്കുവാനും പ്രശംസിക്കുവാനും ഉത്തേജിപ്പിക്കുവാനും ഒക്കെയുള്ള ഒരു പുരസ്കാരമായി ONV സാഹിത്യ പുരസ്കാരം തലയുയർത്തി തന്നെ നിൽക്കുന്നു. ഇത് കേരളത്തിലുള്ള സാഹിത്യകാരന്മാരെ മാത്രമല്ല പരിഗണിക്കുന്നത്, പിന്നെയോ ഇന്ത്യയിൽ ഉടനീളമുള്ള എഴുത്തുകാർക്ക് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കായി നൽകുന്ന പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം പോലെ തന്നെ ONV സാഹിത്യ പുരസ്കാരവും സമഗ്ര സംഭാവനയാണ് പരിഗണിക്കുന്നത്. പിന്നെ സമ്മാനത്തുകയിലേക്ക് വരാം. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 5 ലക്ഷമാണെങ്കിൽ ONV സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപയാണ് ONV സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. കൂടാതെ ശില്പവും പ്രശസ്തി പത്രവും കൂടി അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രഥമ പുരസ്കാര ജേതാവ് ആരാണ്? 2016 ONV കുറുപ്പ് മരിക്കുന്നത്. അടുത്ത വർഷം 2017 മുതലാണ് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം പുരസ്കാരം സമ്മാനിച്ചു തുടങ്ങിയത്. 2017 പ്രഥമ പുരസ്കാരം നേടിയത് സുഗതകുമാരി ടീച്ചറാണ്. 2017 പ്രഥമ ONV സാഹിത്യ പുരസ്കാരം സുഗതകുമാരി ടീച്ചർക്ക് ലഭിക്കുന്നു. ഈ സാഹിത്യകാരന്മാർക്ക് മറ്റു പുരസ്കാരങ്ങൾ ഏതൊക്കെ കൃതികൾക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നത് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എല്ലാം ഇവിടെ ഉൾപ്പെടുത്താൻ നമുക്ക് സമയപരിമിതിയും സ്ഥലപരിമിതിയും നമ്മളെ അനുവദിക്കാത്തത് കൊണ്ട് എല്ലാവരുടെയും അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് സ്വയം അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ വളരെ നല്ലതായിരിക്കും. മാത്രവുമല്ല, ഇതെല്ലാം കൂടി പഠിച്ചൊരു കൺഫ്യൂഷൻ ആകണ്ട എന്ന് വിചാരിച്ചു കൂടിയാണ് ഞാനത് ഒഴിവാക്കിയത്. പക്ഷെ അത്തരത്തിൽ ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് സുഗതകുമാരി ടീച്ചർ. പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാണ്. സുഗതകുമാരി ടീച്ചർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ഏത് കൃതിക്ക്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ഏത് കൃതിക്ക്? വയലാർ അവാർഡ് കിട്ടിയത് ഏത് കൃതിക്ക്? തുടങ്ങിയ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതായതുകൊണ്ട് മാത്രം ഇവിടെ ഉൾപ്പെടുത്തുകയാണ് കേട്ടോ. ടീച്ചറുടെ പാതിരാപ്പൂക്കൾ എന്ന കവിതാ സമാഹാരത്തിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. രാത്രിമഴ എന്ന കൃതിക്കാണ് ടീച്ചർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അമ്പലമണി എന്ന കവിതാ സമാഹാരത്തിനാണ് ഓടക്കുഴൽ പുരസ്കാരവും വയലാർ അവാർഡും സുഗതകുമാരി ടീച്ചറെ തേടിയെത്തിയത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ്, ഒരു ദേശീയ പുരസ്കാരമാണ്. സമ്മാനത്തുകയുടെ കാര്യത്തിൽ ജ്ഞാനപീഠ പുരസ്കാരത്തെ കവച്ചു വയ്ക്കുന്ന പുരസ്കാരമാണ് ഏത്? സരസ്വതി സമ്മാനം. 15 ലക്ഷം രൂപയാണ് സരസ്വതി സമ്മാനത്തിന്റെ പുരസ്കാരത്തുക. മലയാള സാഹിത്യത്തിൽ 5 പേർക്ക് മാത്രമാണ് സരസ്വതി സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അതിലൊരാളാണ് ആര്? സുഗതകുമാരി ടീച്ചർ. സുഗതകുമാരി ടീച്ചറുടെ മണലെഴുത്ത് എന്ന കൃതിക്കാണ് ടീച്ചർക്ക് എന്ത് ലഭിച്ചത്? സരസ്വതി സമ്മാനം ലഭിച്ചത്. വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഇനി ഏറ്റവും ഒടുവിൽ നേടിയ MR 4Y നമുക്കൊന്ന് പരിചയപ്പെടാം. അവസാന 4 വർഷങ്ങളിൽ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പിന്നെ ONV പുരസ്കാരം സമ്മാനിക്കുന്നത് ഏത് ദിവസമാണ്? മെയ് 27-നാണ്. ചില പുരസ്കാരങ്ങൾ ചില സാഹിത്യകാരന്മാരെ സ്മരിച്ചുകൊണ്ട് നൽകുന്ന പുരസ്കാരങ്ങൾ, ചില പുരസ്കാരങ്ങൾ അവരുടെ ചരമദിനത്തിനും ചില പുരസ്കാരങ്ങൾ അവരുടെ ജന്മദിനത്തിനുമാണ് സമ്മാനിക്കുന്നത്. ഇപ്പോൾ ബഷീർ പുരസ്കാരം, അതുപോലെ വയലാർ അവാർഡ്, ഇതൊക്കെ അവരുടെ ചരമദിനത്തിനാണ് സമ്മാനിക്കുന്നതെങ്കിൽ ONV സാഹിത്യ പുരസ്കാരം സമ്മാനിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനമായ മെയ് 27-നാണ്. മെയ് 27-ന് സമ്മാനിക്കുന്ന ഈ പുരസ്കാരം ഒടുവിൽ നേടിയ 4 പേരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏറ്റവും ഒടുവിൽ 2026-ൽ നേടിയത് മയ്യഴിയുടെ കഥാകാരനായ M മുകുന്ദനാണ്. അതിനു മുന്നത്തെ വർഷം 2025-ൽ പ്രഭാവർമ്മയാണ് പുരസ്കൃതനായത്. 2024-ൽ പ്രതിഭാ റായിക്കാണ് പുരസ്കാരം ലഭിച്ചതെങ്കിൽ 2023-ൽ ശ്രീ രാധാകൃഷ്ണനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ അവസാനത്തെ 4 വർഷങ്ങളിൽ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്ന കാര്യം ഓർത്തു വയ്ക്കുക. അടുത്ത പുരസ്കാരത്തിലേക്ക് പോകാം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം.
മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ പ്രത്യേകത അതൊരു സ്വകാര്യ മേഖലയിലെ പുരസ്കാരമായതുകൊണ്ട് തന്നെ ആ പുരസ്കാരത്തെ കുറിച്ച് അങ്ങനെ പരീക്ഷയിൽ ചോദ്യം വരാതിരുന്നതാണ്. പക്ഷേ സമീപകാലത്ത് നടന്നൊരു പരീക്ഷയിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് വിട്ടുകളയാൻ സാധിക്കില്ല. മാതൃഭൂമി പത്രം തന്നെയാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സമ്മാനിക്കുന്നത്. മറ്റ് 2 പുരസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരവും സമഗ്ര സംഭാവനകളെ മാനിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. സമഗ്ര സംഭാവനയെ മാനിച്ചു തന്നെ കൊടുക്കുന്ന ഈ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 3 ലക്ഷം രൂപയാണ്. ONV സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുകയും എത്ര തന്നെയായിരുന്നു? 3 ലക്ഷം തന്നെയായിരുന്നു. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുകയും 3 ലക്ഷം തന്നെ. ആദ്യമായി നേടിയത് തിക്കോടിയൻ എന്ന പി കുഞ്ഞനന്തൻ നായരാണ്. പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ചോദ്യമുണ്ട് അരങ്ങ് കാണാത്ത നടൻ എന്ന കൃതിയെ കുറിച്ച്. അരങ്ങ് കാണാത്ത നടൻ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ആരുടെ ആത്മകഥയാണ് അരങ്ങ് കാണാത്ത നടൻ? തുടങ്ങിയ തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ ആവർത്തിക്കാറുണ്ട്. നാടകകൃത്തായ തിക്കോടിയന്റെ ആത്മകഥയുടെ പേരാണ് അരങ്ങ് കാണാത്ത നടൻ. തിക്കോടിയനാണ് പ്രഥമ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് 2000 ആണ്ടിൽ. തിക്കോടിയൻ എന്നുള്ളത് തൂലികാനാമമാണ്. ശരിയായ പേരെന്താണ്? പി കുഞ്ഞനന്തൻ നായർ എന്നാണ്. തിക്കോടിയൻ പി കുഞ്ഞനന്തൻ നായർ. ഏറ്റവും ഒടുവിൽ നേടിയ 4 പേരെ നമുക്ക് പരിചയപ്പെടാം. 2025 ഒടുവിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചത്. 2025 മേതിൽ രാധാകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനാകുന്നു. 2024 ബുധിനി തുടങ്ങിയ നോവലുകൾ എഴുതിയ സാറാ ജോസഫിനാണ് പുരസ്കാരം ലഭിച്ചത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സക്കറിയയാണ്. 2022 പാണ്ഡവപുരം തുടങ്ങിയ നോവലുകൾ എഴുതിയ സേതുവിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് വള്ളത്തോൾ പുരസ്കാരമാണ്. വള്ളത്തോൾ സാഹിത്യ പുരസ്കാരം കൊടുക്കുന്നതും സമഗ്ര സംഭാവനയ്ക്ക് തന്നെയാണ്. പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 1,11,111 രൂപയാണ്. 6 ഇട്ടാൽ അതെന്തായി? വള്ളത്തോൾ പുരസ്കാരത്തിന്റെ സമ്മാനത്തുകയായി 1,11,111 രൂപ സമഗ്ര സംഭാവനയ്ക്ക് തന്നെ കൊടുക്കുന്നു. ആദ്യം നേടിയത് പാലാ നാരായണൻ നായരാണ്. 1991 ആദ്യമായിട്ട് നമ്മുടെ പുരസ്കാരം പ്രഖ്യാപിച്ചത്, വള്ളത്തോൾ പുരസ്കാരം പ്രഖ്യാപിച്ചത്. അത് നേടിയത് പാലാ നാരായണൻ നായരാണ്. അപ്പൊ അത് ഓർത്തു വെക്കാൻ എളുപ്പമുണ്ട്. വള്ളത്തോളിന്റെ മുഴുവൻ പേരെന്താണ്? വള്ളത്തോൾ നാരായണ മേനോൻ എന്നാണ്. അപ്പൊ ഒരു നാരായണൻ അവിടെയുണ്ട്. ആദ്യം നേടിയ ആളുടെ പേരിലും എന്തുണ്ട്? നാരായണനുണ്ട്, അല്ലെ? പാലാ നാരായണൻ നായർ. ഓർത്തു വെക്കാൻ എളുപ്പമാണ്. ഒടുവിലെ 4 വർഷങ്ങളിൽ ആർക്കൊക്കെ ലഭിച്ചു? 2019 വരെയുള്ള പുരസ്കാരങ്ങളാണ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നതും ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം അത് പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷകളിൽ ഇനി വള്ളത്തോൾ പുരസ്കാരത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കുറവാകാനാണ് സാധ്യത. 2019 സക്കറിയ എന്ന പോൾ സക്കറിയയ്ക്ക് പുരസ്കാരം ലഭിക്കുന്നു. 2018 എം മുകുന്ദന് പുരസ്കാരം. 2017 പ്രഭാവർമ്മയ്ക്കാണ് പുരസ്കാരം ലഭിച്ചതെങ്കിൽ 2016 സിനിമാ സംവിധായകനും ഗാനരചയിതാവും അതുപോലെ തന്നെ കവിയുമായ ശ്രീകുമാരൻ തമ്പിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്ത പുരസ്കാരത്തിലേക്ക് പോകാം. വയലാർ അവാർഡ്. പരീക്ഷകളിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഇനമാണ് വയലാർ അവാർഡ്. ഒരുപാട് തവണ പരീക്ഷകളിൽ കടന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ചോദിക്കാറുള്ളതാണ്. വയലാർ അവാർഡ് 1977 നൽകി തുടങ്ങിയത്. എല്ലാ വർഷവും വയലാറിന്റെ ചരമദിനമായ ഒക്ടോബർ 27 പുരസ്കാരം സമ്മാനിക്കുന്നത്. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ നായർ വെങ്കലത്തിൽ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മറ്റും പുരസ്കാരങ്ങളെ പോലെ സമഗ്ര സംഭാവനയെ മാനിച്ചുകൊണ്ട് കൊടുക്കുന്ന പുരസ്കാരമല്ല
വയലാർ അവാർഡ്. വയലാർ അവാർഡ് ഒരു കൃതിക്കാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യവും ഓർത്തുവെക്കുക. 1977 ചരിത്രത്തിൽ ആദ്യമായി വയലാർ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അത് നേടിയത് ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട നോവൽ ഏതാണ്? അഗ്നിസാക്ഷി തന്നെയാണ്. അഗ്നിസാക്ഷിക്ക് തന്നെയാണ് പ്രഥമ വയലാർ അവാർഡ് ലഭിച്ചത്. വർഷം 1977. അത് അതേ പേരിൽ സിനിമയാക്കിയത് ആരാണ്? ശ്യാമപ്രസാദ് ആണ്. അതിലെ കഥാപാത്രങ്ങളുടെ പേരെന്താണ്? കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് തേതിക്കുട്ടിക്കാവ് എന്ന പേരിലാണ് ആ കഥാപാത്രത്തെ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. പിന്നെയാണ് സുമിത്രാനന്ദ ബെഹൻ, അല്ലെ? പിന്നീടാണ് ദേവകി മാനമ്പള്ളി. അങ്ങനെ 3 പേരിൽ ഒരേ കഥാപാത്രം, അല്ലെ? ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സിനിമയെ അധികരിച്ച് പറയുകയാണെങ്കിൽ ശോഭനെ അവതരിപ്പിക്കുന്ന കഥാപാത്രം ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഈ 3 പേര് സ്വീകരിച്ച് കടന്നു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉണ്ണി, അല്ലെ? ഉണ്ണി നമ്പൂതിരിയുടെ ഇല്ലത്തിലേക്കാണ് വേളി കഴിച്ചുകൊണ്ട് വരുന്നത്. തേതിക്കുട്ടിക്കാവിനെ വേളി കഴിച്ചുകൊണ്ട് വരുന്നത്. ഏതായാലും കഥാപാത്രത്തിന്റെ പേര് ചോദിക്കുമ്പോൾ ശോഭനെ അവതരിപ്പിച്ച തേതിക്കുട്ടിക്കാവിനെ, അല്ലെങ്കിൽ ദേവകി മാനമ്പള്ളിയെ, അതുമല്ലെങ്കിൽ സുമിത്രാനന്ദ ബെഹനെ കുറിച്ച് ചോദിക്കാനാണ് സാധ്യത. അങ്ങനെ അനശ്വരമായി തീർന്നൊരു നോവൽ അഗ്നിസാക്ഷി പ്രഥമ വയലാർ അവാർഡിന് അർഹമാകുന്നു. ഇനി വയലാർ അവാർഡ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 പ്രഖ്യാപിച്ചത് 2025 വയലാർ അവാർഡാണ്. വയലാർ അവാർഡ് ഒടുവിൽ നേടിയ 4 പേരെ ഓർത്തുവെക്കാനുള്ള എളുപ്പ വഴിയാണ് സിനിമാ നടൻ ഹരിശ്രീ അശോകനെ ഓർത്താൽ മതിയാകും. ഹരിശ്രീ അശോകന് സന്തോഷമായി എന്ന് ഓർത്തുവെച്ചാൽ നമുക്ക് എന്തോർത്തുവെക്കാം? വയലാർ അവാർഡ് ഒടുവിൽ നേടിയ 4 പേരെ ഓർത്തുവെക്കാം. എങ്ങനെയാണ്? 2022 എസ് ഹരീഷിനാണ് പുരസ്കാരം ലഭിച്ചത്. ഹരി. 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ശ്രീ. 2024 അശോകൻ ചെരുവിലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2025 ഈ സന്തോഷ് കുമാറിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 4 പേരെ ഓർത്തുവെക്കാനുള്ള എളുപ്പവഴി എന്താണ്? ഹരിശ്രീ അശോകന് സന്തോഷമായി. 22 എസ് ഹരീഷ്, 23 ശ്രീകുമാരൻ തമ്പി, 24 അശോകൻ ചെരുവില്, 25 ഈ സന്തോഷ് കുമാർ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, എത്രാമത്തെ എന്നൊരു ചോദ്യം വയലാർ അവാർഡുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അതായത് 2025 ഈ സന്തോഷ് കുമാർ നേടിയ വയലാർ അവാർഡ് എത്രാമത്തെ വയലാർ അവാർഡാണ്, അല്ലെ? 1977 ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ 1977 2025 നിന്ന് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എത്രാമത്തെയാണ് എന്ന് നമുക്ക് കിട്ടും, ആണല്ലോ? നമുക്കൊന്ന് നോക്കാം. 2025 നിന്നും 1947 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 48 എന്ന ഉത്തരമാണ്. പക്ഷേ ഈ ഉത്തരത്തിന് ഒരു തകരാറുണ്ട്. എന്താണ്? 1977 വയലാർ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെ ഇവിടെ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? കിട്ടുന്ന ഉത്തരത്തിനോട് കൂടി 1 ചേർക്കണം. അപ്പൊ എത്ര കിട്ടും? 49 കിട്ടും. 2025 വയലാർ അവാർഡ് എത്രാമത്തെ വയലാർ അവാർഡ്? 49ാമത്തെ വയലാർ അവാർഡാണ് കേട്ടോ. 49ാമത്തെ വയലാർ അവാർഡാണ് 2025 ഈ സന്തോഷ് കുമാറിന് കിട്ടിയല്ലോ. അപ്പൊ 24 48, 23 47, 22 46 അങ്ങനെയും ചോദിക്കാറുണ്ട്. പിന്നെ വയലാർ അവാർഡിന്റെ പ്രത്യേകത എന്താണ്? സമഗ്ര സംഭാവനയ്ക്കല്ല, ഒരു കൃതിക്കാണ് കൊടുക്കുന്നത്. എസ് ഹരീഷിന് ലഭിച്ചത് ഏറ്റവും വിവാദപൂർണമായ നോവൽ മീശയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചതോ അദ്ദേഹത്തിന്റെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അശോകൻ ചെരുവിലിന് കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചതെങ്കിൽ ഈ സന്തോഷ് കുമാറിന് തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വയലാർ അവാർഡാണ്. ആവർത്തിക്കുന്നത് വയലാർ അവാർഡാണ് കേട്ടോ. അടുത്തത് ആശാൻ പുരസ്കാരം. ആശാൻ പുരസ്കാരം
കുമാരനാശാന്റെ പേരിലുള്ള പുരസ്കാരം 1985 ആശാൻ സ്മാരക അസോസിയേഷൻ ചെന്നൈ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രഥമ പുരസ്കാരത്തിന് അർഹനായത് സി മണിയാണ്. സമഗ്ര സംഭാവനകളെയാണ് മാനിക്കുന്നത്. 2022 കുരിപ്പുഴ ശ്രീകുമാറിന് പുരസ്കാരം ലഭിക്കുന്നു. 2023 എസ് കലേഷിനാണ് പുരസ്കാരം ലഭിച്ചത് എങ്കിൽ 2024 VM ഗിരിജയ്ക്കും 2025 KV രാമകൃഷ്ണനുമാണ് പുരസ്കാരം ലഭിച്ചത്. അങ്ങനെ ആവർത്തിക്കുന്ന ഒന്നല്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ആശാൻ പുരസ്കാരത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. പക്ഷെ വയലാർ അവാർഡ് ചോദിക്കുന്നത് പോലെ അത്ര ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. അടുത്തത് ഓടക്കുഴൽ പുരസ്കാരം. ഓടക്കുഴൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ആരെയാണ്? ജി ശങ്കരക്കുറുപ്പിനെയാണ് അല്ലെ. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കവിതാ സമാഹാരമാണ് ഓടക്കുഴൽ. 1965 പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് നേടിയത് ജി ശങ്കരക്കുറുപ്പാണ്. ഇതിന്റെ സ്മരണാർത്ഥമാണ് 1968 അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാര തുകയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് രൂപവൽക്കരിച്ചു. എന്ത്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. ഈ ട്രസ്റ്റ് ആണ് പിന്നീട് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമായ കൃതികളെ തിരഞ്ഞെടുത്തത്. 1965 ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുമ്പോൾ അതിന്റെ സമ്മാനത്തുക എത്രയായിരുന്നില്ല? 11 ലക്ഷം ആയിരുന്നില്ല. പിന്നെയോ 11 ലക്ഷം ആയിരുന്നില്ല, വെറും 1 ലക്ഷം രൂപ മാത്രമായിരുന്നു ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് തുടങ്ങിയ സമയത്ത്. ഏത് വർഷം? 1965. അപ്പൊ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് എന്തിനെ തെരഞ്ഞെടുക്കുന്നത്? ഓടക്കുഴൽ പുരസ്കാരം ആർക്ക് കൊടുക്കണം, ഏത് കൃതിക്ക് കൊടുക്കണം തുടങ്ങിയ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത്. വയലാർ അവാർഡിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു കൃതിയെ പരിഗണിച്ചുകൊണ്ട് കൊടുക്കുന്ന പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം. ഇത് സമ്മാനിക്കുന്നതും എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മരണശേഷം, ജി ശങ്കരക്കുറുപ്പിന്റെ മരണശേഷം 1978 ശേഷം ജിയുടെ ചരമദിനമായ ഫെബ്രുവരി 2 പുരസ്കാരം സമ്മാനിക്കുന്നത്. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് ഓടക്കുഴൽ പുരസ്കാരം. 2025 പുരസ്കാരമാണ് ഒടുവിൽ പ്രഖ്യാപിച്ചത്. 2025 EP രാജഗോപാലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഉൾക്കഥ എന്ന കൃതിക്കാണ് പുരസ്കാരം. ഇത് കഥയോ നോവലോ അല്ല, സാഹിത്യ വിമർശന ഗ്രന്ഥമാണ്. പരീക്ഷയ്ക്ക് എങ്ങനെയും ചോദ്യം വരാം. ഉൾക്കഥ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു, ആരാണിത് രചിച്ചത് തുടങ്ങിയ തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. സാഹിത്യ വിമർശന ഗ്രന്ഥമാണ്. അതിന് മുന്നത്തെ വർഷം 2024 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് കെ അരവിന്ദാക്ഷനാണ്. അദ്ദേഹത്തിന്റെ ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2023 PN ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. കവിതാ സമാഹാരത്തിനാണ്. 2022 അംബികാസുധൻ മാങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 26 പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ മോസ്റ്റ് റീസെന്റ് 4 years എന്ന് പറയുമ്പോൾ 25 മുതൽ 22 വരെ കിട്ടിയല്ലോ. അടുത്ത പുരസ്കാരത്തിലേക്ക് പോകാം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. 1954 സ്ഥാപിതമായ ഈ പുരസ്കാരം അക്കാദമി അംഗീകരിച്ച 22 ഇന്ത്യൻ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച മികച്ച സാഹിത്യകൃതികൾക്ക് വർഷം തോറും നൽകി വരുന്നു. ഒരു ഫലകവും 1 ലക്ഷം രൂപയുമാണ് പുരസ്കാരമായി ലഭിക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. 24 ഭാഷകളെയാണ് പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ആദ്യം നേടിയ മലയാളിയെ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ടല്ലോ അല്ലെ. ചരിത്രത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി ജി ശങ്കരക്കുറുപ്പാണ്. പ്രഥമ പുരസ്കാര ജേതാവുമാര് തന്നെയാണ് ജി ശങ്കരക്കുറുപ്പാണ്. അതും ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂൾ പ്രകാരം അംഗീകരിച്ചിട്ടുള്ള ഭാഷകളെ അധികരിച്ചാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതും
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ആദ്യമായി കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ മലയാളി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ, വർഷം 1970. ഇനി ആദ്യമായി പുരസ്കാരം നേടിയ മലയാളി വനിതയാരെന്ന് ചോദിച്ചാലും ഏക വനിതയാര് എന്ന് ചോദിച്ചാലും ഉത്തരം ആര് തന്നെയാണ്? ബാലാമണിയമ്മ. ഏക വനിതയല്ല, ഏക മലയാളി വനിതയാരെന്ന് ചോദിച്ചാലും ആദ്യ വനിതയാര് എന്ന് ചോദിച്ചാലും ഉത്തരം ബാലാമണിയമ്മ. 1994 ബാലാമണിയമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിക്കുകയുണ്ടായി. പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാലോ ആർ നാരായണ പണിക്കരാണ്. അദ്ദേഹത്തിന്റെ ഭാഷാ സാഹിത്യ ചരിത്രം എന്ന കൃതിക്കാണ് എന്ത് കിട്ടിയത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആദ്യ മലയാള നോവൽ ഏതെന്ന് ചോദിച്ചാലോ നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ എന്ന നോവലിനാണ് ആദ്യമായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. മലയാള കൃതികളിൽ ആദ്യം നേടിയത് ചെമ്മീനാണ്. തകഴി ശിവശങ്കര പിള്ളയാണ് ജേതാവ്. പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അങ്ങനെ അവസാന 4 വർഷമൊന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതില്ല. പിന്നെയോ ഏറ്റവും ഒടുവിൽ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്ന കാര്യം മാത്രം അറിഞ്ഞു വച്ചാൽ മതിയാകും. പക്ഷെ ഇവിടെ അതിന്റെ തൊട്ടടുത്തുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ കാരണവും ഞാൻ പറയാം. 24ഓളം ഭാഷകളെ പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എല്ലാ സാഹിത്യ മേഖലകൾക്കും കൊടുക്കും. അതായത് കഥ, കവിത, നോവൽ, നാടകം, ജീവചരിത്രം, സാഹിത്യ വിമർശന ഗ്രന്ഥം, വിവർത്തന കൃതി, ബാലസാഹിത്യ കൃതി, യുവ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, അങ്ങനെ പല മേഖലകളിലായിട്ടാണ് ഈ പുരസ്കാരം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ മേഖലയ്ക്കും എല്ലാ വർഷവും മലയാളത്തിന് തന്നെ കിട്ടണമെന്നില്ല. മലയാളത്തിന് ചിലപ്പോൾ 1-2 മേഖലയ്ക്ക് മാത്രമേ എന്തുണ്ടാകുള്ളൂ, ഒരു വർഷം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉണ്ടാകൂ. അതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. പുരസ്കാരത്തെ കുറിച്ച് ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് ഒടുവിൽ പ്രഖ്യാപിച്ചത്. 2026 മാർച്ച് 16 അത് പ്രഖ്യാപിച്ചത്. 24 ഇന്ത്യൻ ഭാഷകളിൽ നിന്നായി തിരഞ്ഞെടുത്ത 8 കവിതാ സമാഹാരങ്ങൾ, 4 നോവലുകൾ, 6 ചെറുകഥാ സമാഹാരങ്ങൾ, 2 ലേഖനങ്ങൾ, 1 വിമർശന കൃതി, 1 ജീവചരിത്രം, 2 ഓർമ്മക്കുറിപ്പുകൾ എന്നിവയാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത്. നമുക്ക് ബാക്കിയുള്ള ഭാഷകളിലെ പുരസ്കാരങ്ങളെ വിട്ടുകളയാം. മലയാളത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ ലഭിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. മലയാളത്തിനുള്ള അവാർഡ് ചെറുകഥാകൃത്തും നോവലിസ്റ്റും കവിയുമായ എൻ പ്രഭാകരനാണ് ലഭിച്ചത്. അദ്ദേഹം രചിച്ച മായാ മനുഷ്യർ എന്ന നോവലിനാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. മായാ മനുഷ്യർ എന്ന കൃതി ആരുടെ കൃതിയാണ് എന്ന ചോദ്യം വരാം. എൻ പ്രഭാകരനാണ് ഉത്തരം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏത്, ലഭിച്ച വ്യക്തി ഏത് എന്നൊക്കെ ചോദ്യം വരാം കേട്ടോ. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാകും. മലയാളത്തിന് മറ്റ് സാഹിത്യ മേഖലയിൽ പുരസ്കാരങ്ങൾ ലഭിച്ചില്ല. പിന്നെ ലഭിച്ചത് എന്തിനാണ്? യുവ ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ മലയാളം ഇടം നേടിയിരുന്നു. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയത് ആരാണ്? റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിലൂടെ പ്രസിദ്ധനായ അഖിൽ പി ധർമ്മജനാണ്. അതുപോലെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീജിത്ത് മൂത്തേടമാണ്. ഇവർക്ക് ഏതൊക്കെ കൃതിക്കാ കിട്ടിയത്? അഖിൽ പി ധർമ്മജന് നിസ്സംശയം നമുക്ക് പറയാം റാം കെയർ ഓഫ് ആനന്ദിക്ക് തന്നെയാണ് പുരസ്കാരം ലഭിച്ചത്. ശ്രീജിത്ത് മൂത്തേടത്തിന് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചു എന്ന് പറഞ്ഞു. അത് ഏത് കൃതിക്കായിരുന്നു? പേര് ശ്രദ്ധിക്കണേ, കാരണം ഒരുപാടിടത്ത് അങ്ങനെ പറഞ്ഞു കേൾക്കാത്തത് കൊണ്ട് പരീക്ഷയ്ക്ക് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന നോവലിനാണ് ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്ക് ലഭിച്ചത്? ശ്രീജിത്ത് മൂത്തേടത്തിന് ലഭിച്ചത്. രണ്ടുപേരുടെയും പുരസ്കാര തുക എത്ര തന്നെ? 50,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കിട്ടിയല്ലോ.
ഇനി 2024 പോയാൽ, കാരണം പരീക്ഷയിൽ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്, എന്നാലും കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചിലപ്പോൾ ചോദിച്ചേക്കാം. 2024 പുരസ്കാരത്തിന് അർഹനായത് മുൻ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനായ കെ ജയകുമാറാണ്. കവി എന്ന നിലയിലും സിനിമാ ഗാന രചയിതാവ് എന്നീ നിലകളിലൊക്കെ പ്രസിദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 2023 EV രാമകൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി വരുന്ന പരീക്ഷകളിൽ ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും സൂചിപ്പിച്ചു പോകുന്നു എന്ന് മാത്രം. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. ഇതും ഈ പറഞ്ഞതുപോലെ വളരെയധികം ശ്രദ്ധിക്കണം, നമുക്ക് കൺഫ്യൂഷൻ ആകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താ, ഇത് 11 വിഭാഗത്തെ 11 സാഹിത്യ മേഖലയിലെ 11 മേഖലകളെ പരിഗണിച്ചുകൊണ്ടാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് ലേറ്റസ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാകും. 1958 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ആദ്യമായി നൽകിയത്. നോക്കിക്കേ, കവിത, നോവൽ, ചെറുകഥ, നാടകം, നിരൂപണം അല്ലെങ്കിൽ പഠനം, ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ, വൈജ്ഞാനിക സാഹിത്യം, ഹാസ്യ സാഹിത്യം, വിവർത്തനം, യാത്രാവിവരണം, ബാലസാഹിത്യം എന്നിങ്ങനെ 11 മേഖലകളെ കൂടാതെ സമഗ്ര സംഭാവനയ്ക്കും പുരസ്കാരം കൊടുക്കുന്നുണ്ട്. പിന്നെയോ ഫെല്ലോഷിപ്പ് പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ കൊടുക്കുന്നത് പോലെ വിശിഷ്ട അംഗത്വവും കേരള സാഹിത്യ അക്കാദമി എല്ലാ വർഷവും പ്രഖ്യാപിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. 25,000 രൂപയും ഫലകവും സാക്ഷ്യപത്രവുമാണ് ഓരോ കൃതിക്ക് പുരസ്കാരത്തിന് അർഹരായവർക്ക് കൊടുക്കുന്നത്. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 30,000 രൂപയാണ്. വിശിഷ്ട അംഗത്വത്തിനോ 50,000 രൂപയും 2 പവൻ തൂക്കം വരുന്ന സ്വർണ പതക്കവുമാണ് പുരസ്കാരമായി നൽകുക. പ്രധാന അവാർഡുകളോടൊപ്പം എൻഡോവ്മെന്റ് അവാർഡുകളും കേരള സാഹിത്യ അക്കാദമി നൽകുന്നുണ്ട്. വല്ലപ്പോഴും ഒക്കെ അത് ചോദിക്കാറുണ്ട്, പക്ഷെ അത് ഒത്തിരി വലുതായി പോകുമെന്ന കാരണം കൊണ്ട് ഇവിടെ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്ന് മാത്രം നമുക്കിവിടെ നോക്കാം. 2025 2024 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വവും സമഗ്ര സംഭാവന പുരസ്കാരവും പ്രഖ്യാപിച്ചത്. 50,000 രൂപ, 2 പവന്റെ സ്വർണപ്പതക്കം, പ്രശസ്തി പത്രം, പൊന്നാട എന്നിവ അടങ്ങുന്നതാണ് ഫെല്ലോഷിപ്പ് അഥവാ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം. ആർക്കൊക്കെ ലഭിച്ചു? KV രാമകൃഷ്ണനും കവിയായ ഏഴാച്ചേരി രാമചന്ദ്രനുമാണ് പുരസ്കാരം ലഭിച്ചത്. ഏഴാച്ചേരി രാമചന്ദ്രനെ നമുക്ക് മുൻപേ തന്നെ അറിയാം. ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കവിതാ സമാഹാരത്തിന് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് ഏറ്റവും ഒടുവിൽ സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചത്. ഇനി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹരായത് 6 പേരാണ്. ഇവർ 70 വയസ്സ് പിന്നിട്ടവരെ മാത്രമാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് പരിഗണിക്കുന്നത് എന്ന കാര്യം ഓർക്കണം. അതുപോലെ തന്നെ സമ്മാന തുക 30,000 രൂപയാണ്. ആർക്കൊക്കെയാ ലഭിച്ചത്? PKN പണിക്കർക്ക് ലഭിച്ചു, പയ്യന്നൂർ കുഞ്ഞിരാമന് ലഭിച്ചു, MM നാരായണന് ലഭിച്ചു, TK ഗംഗാധരന് ലഭിച്ചു, KEN ലഭിച്ചു, മല്ലിക യൂനിസിന് ലഭിച്ചു. ഇങ്ങനെ 6 പേർക്കാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഒടുവിൽ ലഭിച്ചത്. ഇനി നമുക്ക് പരിഗണിക്കാം ഓരോ കൃതിക്കും കിട്ടിയവർ. ആദ്യത്തെ 3 പേർ, ഇവർ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നത് ഈ 3 വിഭാഗത്തിൽ നിന്നാണ്. 25,000 രൂപയാണ് പുരസ്കാര തുക. ഇനി പറയുന്ന 11 മേഖലകളിലെ ആൾക്കാരെയും നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും പുരസ്കാര തുകയായിട്ട് കിട്ടുന്നത് 25,000 രൂപയാണ്. കൂടാതെ സാക്ഷ്യപത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഏറ്റവും ഒടുവിൽ ലഭിച്ചത് അനിതാ തമ്പിക്കാണ്. അനിതാ തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതാ സമാഹാരത്തിന് പുരസ്കാരം ലഭിക്കുന്നു. നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത് GR ഇന്ദുഗോപനാണ്. അദ്ദേഹത്തിന്റെ
ആനോ എന്ന നോവലിനാണ് പുരസ്കാരം. സമീപകാലത്ത് നടന്ന എത്ര പരീക്ഷകളിലാണ് ഈ ചോദ്യം ആവർത്തിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതുപോലെ ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് വി ഷിനിലാലിനാണ്. സമ്പർക്ക ക്രാന്തി എന്ന നോവലിലൂടെ പ്രസിദ്ധനായ വി ഷിനിലാല് ട്രെയിനിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഒരു മുഴുനീള മലയാള നോവൽ, ഒരുപക്ഷെ മലയാള ചരിത്രത്തിൽ തന്നെ അത് ആദ്യമായിരിക്കും. അത് വി ഷിനിലാലിന്റെ സംഭാവനയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് ഏറ്റവും ഒടുവിൽ ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. നാടകത്തിലേക്ക് വരുമ്പോൾ പിത്തള ശലഭം എന്ന നാടകം എഴുതിയ ശശിധരൻ നടുവിലിനാണ് പുരസ്കാരം ലഭിച്ചത്. സാഹിത്യ വിമർശന മേഖലയിൽ പുരസ്കാരം നേടിയത് ജി ദിലീപനാണ്. അദ്ദേഹത്തിന്റെ രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയത് ദീപക് പി ആണ്. അദ്ദേഹത്തിന്റെ നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന കൃതിക്ക് പുരസ്കാരം. ജീവചരിത്രം ആത്മകഥ എന്ന വിഭാഗത്തിൽ ഡോക്ടർ കെ രാജശേഖരൻ നായരുടെ ആത്മകഥയായ ഞാൻ എന്ന ഭാവം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. യാത്രാ വിവരണത്തിനുള്ള പുരസ്കാരം നേടിയത് കെ ആർ അജയനാണ്. അദ്ദേഹത്തിന്റെ ആരോഹണം ഹിമാലയം എന്ന ഹിമാലയൻ യാത്രാ വിവരണത്തിന് പുരസ്കാരം ലഭിക്കുന്നു. വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടിയത് മൈ ലാൻഡ് മൈ ബോഡി എന്ന കൃതിയുടെ പരിഭാഷ ആരുടെയാണ്? ജിയാകൊണ്ട ബെല്ലിയുടെ കൃതിയാണ് അല്ലെ. അവരുടെ കൃതിയുടെ മലയാള പരിഭാഷയായ എന്റെ രാജ്യം എന്റെ ശരീരം എന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിന് ചിഞ്ചു പ്രകാശിനാണ് പുരസ്കാരം ലഭിച്ചത്. പിന്നെയോ ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയത് അമ്മ മണമുള്ള കനിവുകൾ എന്ന കൃതി രചിച്ച ഇ എൻ ഷീജയ്ക്കാണ്. അതുപോലെ ഹാസ്യ സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയത് നിരഞ്ജനാണ്. അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ മതാത്മകതയല്ല, ശ്രദ്ധിക്കണം കേട്ടോ, കേരളത്തിന്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോ ഇത്രയും പുരസ്കാരങ്ങളെ കുറിച്ച് പറയാനാണ് ഇന്ന് ഉദ്ദേശിച്ചിരുന്നത്. മിക്കവാറും ഈ പറഞ്ഞിട്ടുള്ള പുരസ്കാരങ്ങളെ കുറിച്ച് മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാറുള്ളത്. പിന്നെ ഇവരുടെ മറ്റു കൃതികളെ കുറിച്ചും ചോദ്യം വരാറുണ്ട്. ഞാനൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു. സുഗതകുമാരിയെ കുറിച്ച് പറഞ്ഞപ്പോ സുഗതകുമാരി ടീച്ചർക്ക് മറ്റ് പുരസ്കാരങ്ങൾ ലഭിച്ചത് ഏതൊക്കെ കൃതികൾക്കാണ് എന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ. പാതിരാപ്പൂക്കൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, രാത്രി മഴയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡും ഓടക്കുഴൽ അവാർഡും കിട്ടിയത് അമ്പലമണിക്ക്, സരസ്വതി സമ്മാനം ലഭിച്ചത് മണലെഴുത്ത് എന്ന കൃതിക്ക്. കണ്ടോ, അത്തരത്തിൽ മറ്റുള്ള പുരസ്കാരം കൂടി ഓർത്തുവെച്ചാൽ അത് വളരെ നല്ലതായിരിക്കും. പക്ഷെ അത് ഓർത്തുവെക്കാൻ അല്ലെ, അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇവരെ വർഷക്രമത്തിന് ഇവരെ ഓർത്തുവെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയധികം പുരസ്കാരങ്ങൾ നമുക്ക് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും ഇതൊന്ന് പരിഗണിച്ചാൽ നന്നായിരിക്കും. ഏതായാലും ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒരു കാരണവശാലും നമുക്ക് വിട്ടുകളയാൻ പറ്റാത്തതാണ്. പലപ്പോഴായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എഴുത്തച്ഛൻ പുരസ്കാരവും വയലാർ അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡുമാണ്. ഇതാണ് ഏറ്റവും അധികം പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾക്ക് മലയാള സാഹിത്യം മാത്രമായിട്ടല്ല ബന്ധം, പിന്നെയോ ഇത് GK കറണ്ട് അഫയർ കൂടിയാണ്. ആ പ്രാധാന്യം കണ്ടറിഞ്ഞ് ഒരു വർഷം 2 പുരസ്കാരം അല്ല, ഒരു ദിവസം 2 പുരസ്കാരം വച്ചെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാം കൂടി ഒറ്റ ദിവസം പഠിച്ചാൽ ഒരുപക്ഷെ തലയിൽ നിൽക്കില്ല. ഒരു ദിവസം 2 പുരസ്കാരം വെച്ച് പഠിക്കുക. അങ്ങനെ ഇത് ഓർത്തു വെക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പോ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു സെഷനുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.